നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിലേക്ക് വീണ്ടും മിസൈൽ ആക്രമണം നടത്തി ഹൂതി വിമതരെ നിരാശരാക്കി ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം. ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം മിസൈൽ ആക്രമണം തകർത്തു തള്ളുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. യമനിൽ നിന്നാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു. മിസൈൽ ഇസ്രയേലിന്റെ വ്യോമ അതിർത്തിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അയൺ ഡോമുകൾ അവയെ തടഞ്ഞു തകർക്കുകയായിരുന്നു. ഇതോടെ ഹൂതികൾക്കെതിരെ ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തി. ഈ ആക്രമണത്തെ അമേരിക്കയും ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കാനിരിക്കുന്ന ട്രംപ് എല്ലാം നിരീക്ഷിക്കുന്നുമുണ്ട്. ഹൂതികൾക്കെതിരെ കടുത്ത നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. മധ്യ ഇസ്രയേലിൽ എമ്പാടും ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അപകട സൈറണുകൾ മുഴങ്ങിക്കഴിഞ്ഞു. എന്നാൽ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുകയെന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതിനിടെ മിസൈൽ മുന്നറിയിപ്പിനെ തുടർന്ന് സുരക്ഷിത ബങ്കറുകൾ തേടി ജനങ്ങൾ പരക്കം പായുന്നതിനിടയിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഒരു 60-കാരിക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. 25ഓളം പേർക്ക് തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇനിയും ഇസ്രായേലിന് നേർക്ക് ആക്രമണം തുടരുമെന്ന് ഹൂതി വിമതർ പ്രഖ്യാപിച്ചു. ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അവർ. ഇത് അമേരിക്കയെയും ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഹമാസിനെയും ഹൂതികളെയും തകർത്ത് തരിപ്പണമാക്കുവാനും അമേരിക്കയും ഇസ്രായേലും ഇനി ശ്രമിക്കുന്നുണ്ട്. ഗസയിലെ തങ്ങളുടെ സ്വന്തക്കാർക്ക് എതിരായ ആക്രമണങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഹൂതി വിമതരുടെ ഒരു മുന്നറിയിപ്പ് നേതാവിന് ലഭിച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ പുതിയൊരു ലോകം തീർക്കാനുള്ള നെതന്യാഹുവിന്റെ സ്വപ്നങ്ങൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നും അത് യാഥാർത്ഥ്യമാക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നും ഹൂതി നേതാവായ അസദ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം ഹിസ്ബുള്ള നേതാക്കളും നേരത്തെ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിരുന്നു എങ്കിലും ഇസ്രയേലുമായി വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടി പത്തി മടക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മധ്യ ഇസ്രയേൽ ടെൽ അവീവിന് സമീപം യമൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 16 പേർക്കാണ് നിസാര പരിക്കുകൾ ഏറ്റത്.